വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് കോഡിങ്ങിൽ നിന്ന് വേറെ എങ്ങനെ എൻ്റെ കരിയർ സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ നോക്കുന്നത്. എനിക്ക് പണ്ട് മുതൽ എങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം അതിനോടൊപ്പം കുറച്ച് താല്പര്യമുള്ളതാണ്. എങ്ങനെ മീൻസ് എൻ്റെ ഒരു വൈബ് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും നോക്കിയപ്പോഴാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫീൽഡ് വന്നത്. എനിക്ക് എൻ്റെ പാരൻസ് വന്നിട്ട് എൻ്റെ കരിയർ നീ ഇതെടുക്കുക അങ്ങനെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാനായിട്ട് മനസ്സിലാക്കി എൻ്റെ വൈബിൽ സെറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് വരണമെന്ന് വിചാരിച്ച് വന്നതാണ്. എനിക്ക് ഓൾറെഡി ഒരു ഐഡിയ സെർച്ച് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് റിയാക്ട് ഡെവലപ്പറായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഫർ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നത്. സാറായിട്ട് സംസാരിച്ചപ്പം സാർ എനിക്ക് അന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീൻസ് മാർക്കറ്റർ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സമയത്ത് എങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ സ്കോപ്പ് എന്നുള്ള സാർ നല്ല വൃത്തിക്ക് എനിക്ക് പറഞ്ഞു. ഞാനിപ്പോൾ സിയോണിലേക്ക് എത്താൻ കാരണം തന്നെ അതൊരു ഡിജിറ്റൽ മാർക്കറ്റർ കൊണ്ടുവന്നൊരു വെബ്സൈറ്റ് കാരനായിരിക്കണമല്ലോ ഞാൻ ഇപ്പം സിയോൺ അക്കാദമിക്കിൽ എത്തുന്നുണ്ടാവുക. കാര്യം വെച്ചാൽ ഞാനിപ്പോൾ സിയോൺ ആയാലും ഡിജിറ്റൽ എക്സ് ആയാലും ടെക് മൈൻഡ്സ് ആയാലും ഞാൻ നോക്കിയത് ഗൂഗിളിലാണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്ററാണ് സിയോൺ അക്കാദമി എന്നിലേക്ക് എത്തിച്ചത്. അതുപോലെ എന്നെപ്പോലെ പഠിച്ചിറങ്ങി അൺഎംപ്ലോയിഡ് ടൈറ്റിൽ വരുന്ന എല്ലാ പിള്ളേർക്കും എന്താ പറയുക ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഭാവിയിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സാറ് പറഞ്ഞ പോലെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ വേറൊരാളെ സഹായിക്കണമെങ്കിൽ കൂടുതൽ ചിലപ്പോൾ ഞാൻ പഠിച്ചെടുത്ത എൻ്റെ ഒരു നോളജ്, അതായത് സിയോൺ അക്കാദമിയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത എൻ്റെ ഒരു നോളജ് ആയിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാൻ. എൻ്റെ ബിസിനസ് ബാക്കിയുള്ളവർക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പം എൻ്റെ കരിയേഴ്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സിയോൺ അക്കാദമി.